ചേച്ചി ഒരു സമൂസ. ഒരു ഉപ്പില്ലാത്ത സമൂസ അല്ലേ? ഇതിന് നല്ല ഉപ്പുണ്ടല്ലോ, ആവശ്യത്തിൽ കൂടുതൽ ഉപ്പുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്ക് ഇച്ചിരി കൂടെ ഉപ്പുണ്ടെങ്കിലേ പറ്റുള്ളൂ. പൊതുവെ തീരെ ഉപ്പില്ല. ഉപ്പുള്ള സാധനങ്ങളാണോ എല്ലാ ദിവസവും കഴിക്കുന്നത്? കുറച്ച് ഉപ്പ് എനിക്ക് കൂടുതൽ വേണം അല്ലേ? നമുക്ക് ശരിക്കും ഒരു ദിവസം ഒരു 5 ഗ്രാം ഉപ്പേ എടുക്കാവുള്ളൂ ഒരു ദിവസം. ഇതിലൊക്കെ എത്ര ഉണ്ടാവും? ഇതിൽ ഒരു സമോസയിൽ തന്നെ 1 ഗ്രാം ഇത് കാണും, 1 ഗ്രാം സോൾട്ട് കാണും. പിന്നെ നമുക്ക് വേറെ അസുഖങ്ങൾ, ഇപ്പൊ കിഡ്നിയുടെ അസുഖം അല്ലെങ്കിൽ പ്രഷർ, ഹാർട്ടിന്റെ അസുഖം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ശരിക്കും 2 ഗ്രാം ഒക്കെ സോൾട്ട് എടുക്കാവുള്ളൂ ഒരു ദിവസം. അപ്പൊ ഈ സോൾട്ട് ശരിക്കും നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ അതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ ഒരു സമോസയിൽ തന്നെ 1 ഗ്രാം സോൾട്ട് ഉണ്ട്. പിന്നെ നമ്മൾ അറിയാതെ നമ്മൾ ബിസ്ക്കറ്റും ചിപ്സും ഭക്ഷണം കഴിക്കുമ്പോൾ, പപ്പടം അച്ചാറൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അലൗഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലും കൂടുതലാണ് നമ്മൾ ശരിക്കും എടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉപ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് പൊതുവെ വായിക്ക് രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം ഉപ്പിടാൻ പറ്റുമോ, എന്നാലും ഒരു പരിധി ഒരു ഉപ്പുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാനായിട്ട് തോന്നുന്നു. അതപ്പോ കൂടുതൽ ഉപ്പാണ് എടുക്കുന്നത്. ഇങ്ങനെ ഉപ്പ് കൂടുതൽ എടുത്താൽ തന്നെ നമുക്ക് ഹൈ പ്രഷർ വരാം, കിഡ്നിയുടെ അസുഖം വരാം, ഹാർട്ടിന്റെ അസുഖം, അതുപോലെ സ്ട്രോക്ക് ഒക്കെ, ഹൈ BP വന്ന് സ്ട്രോക്ക് വരാം. പിന്നെ മൂത്രത്തിൽ കല്ലൊക്കെ വരാം നമ്മൾ സോൾട്ടിന്റെ ഇൻടേക്ക് കൂട്ടിയാൽ. അപ്പൊ ഇത് ഇനിയൊന്ന് ശ്രദ്ധിക്കണം. നോർമൽ പച്ചക്കറികളിലൊക്കെ ആണെന്നുണ്ട്, സോറി കറികളിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഉപ്പിടല്ലേ, നമ്മൾ ജസ്റ്റ് ഒരു നുള്ളു ഉപ്പേ ഇടാവുള്ളൂ അതിനകത്ത്. നമ്മൾ അറിയാതെ നമ്മുടെ ഫുഡിൽ കുറെ ഉപ്പ് ചേരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും 5 ഗ്രാംസ് കൂടുതൽ എല്ലാവരും കഴിക്കുന്നുണ്ട്. 5 ഗ്രാംസ് ഉപ്പാണ് കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള സോഡിയം തരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും യങ് ഏജിൽ തന്നെ BP ഒക്കെ വന്നത്. ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്.